അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, ആറാമത്തെ ക്ലാസ്സിലെ തസ്കിയയുടെ 4-ാമത്തെ പാഠം അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണ കാണിക്കുന്നവരോട് പരമകാരുണ്യകൻ കരുണ കാണിക്കും. മലയാളാർത്ഥം അങ്ങനെയാണ്: ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറുന്ന ആളുകളോട് അല്ലാഹു നല്ല നിലയിൽ പെരുമാറും. ജനങ്ങളെ മനുഷ്യ പരിഗണന മനുഷ്യന് കൊടുക്കണം. അതാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. അത് മനുഷ്യന് മനുഷ്യന്റെ പരിഗണന കൊടുക്കണം. ഈ പാഠത്തില് മനുഷ്യനല്ല, ഒരു കുഷ്ഠരോഗം ബാധിച്ച് മാംസം അങ്ങനെ മുറിഞ്ഞു വീഴുന്ന ഒരു നായനെ ഒരു മനുഷ്യൻ, ഒരു മഹാനായ മനുഷ്യൻ എടുത്തു കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയി സംരക്ഷിച്ചത്, രോഗം സുഖപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുവന്ന കഥയാണ് പറയുന്നത്. അപ്പം കരുണക്ക് ആവശ്യമുള്ളവരോട് കരുണ കാണിക്കാൻ നാം പിശുക്ക് കാണിക്കാൻ പാടില്ല. നാളെ അള്ളാഹുവിന്റെ കരുണ ആവശ്യമുള്ള സമയത്ത് നമുക്ക് അള്ളാഹു കരുണ തരൂല്ല. അതാണ് പാഠം. നല്ല മനുഷ്യരായി ജീവിക്കണം. هذا كلب مجذوب مجذوم جوعان أتشان يطرحه الناس عن أبوابهم. ഇതൊരു നായയാണ്, കുഷ്ഠരോഗിയാണ്, വിഷന്നതാണ്, ദാഹിച്ചതാണ്. ജനങ്ങൾ അവരുടെ കവാടത്തിൽ വെച്ച് അതിനെ അട്ടിയോടിക്കുന്നു. വീട്ടുകാർക്ക് എത്തുമ്പോൾ ആളുകൾ ഇതിനെ അട്ടിയോടിക്കുകയാണ്. അങ്ങനത്തെ ഒരു നായ. فرآه الشيخ السيد أحمد الكبير الرفاعي رحمه الله. കണ്ടു മഹാനവറുകൾ. ഫറഹിമഹു, അതിനോട് കരുണ കാണിച്ചു. ഖറജ ബിഹി ഇലൽ ബരിയ, ഒരു കാട്ടിലേക്ക്, ഒരു മരുഭൂമിയിലേക്ക്, ഒഴിഞ്ഞ സ്ഥലത്തേക്ക് അതുമായി അദ്ദേഹം പുറപ്പെട്ടു. ആ നായനത്തിൽ കാട്ടിൽ പോയി. وورد عليه مولة فصار يطعمه ويسقيه ويداويه حتى شفي بعد 40 يوما. അദ്ദേഹം അതിനെ കൊണ്ടുപോയി അതിന് ചെറിയ പന്തല് കെട്ടിക്കൊടുത്തു, ഒരു തറവ് കെട്ടിക്കൊടുത്തു. വെയിലും മഴയൊന്നും കൊള്ളാലൊക്കെ ചെറിയൊരു പന്തല് കെട്ടിക്കൊടുത്തു. അതിനെ ഭക്ഷിപ്പിച്ചും കുടിപ്പിച്ചും ചികിത്സിച്ചും അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു. 40 ദിവസം കഴിഞ്ഞപ്പോ അത് രോഗമുക്തമായി. രോഗം മാറിയപ്പോഴോ فسخر له الماء وغسله به ثم دخل به البلد. അതിനു വേണ്ടി വെള്ളം ചൂടാക്കി, എന്നിട്ട് അതുകൊണ്ട് ആ നായനെ കുളിപ്പിച്ചു. എന്നിട്ട് വൃത്തിയുള്ള നായയുമായി നാട്ടിലേക്ക് അദ്ദേഹം വന്നു, പ്രവേശിച്ചു. فقيل له أتعتني بهذا الكلب المطرود كل هذا الاغتناء. ഈ ആട്ടിയോടിക്കപ്പെടുന്ന നായിക്കാണോ നിങ്ങൾ ഈ പരിഗണന മുഴുവനും കൊടുത്ത്? അത് നിസ്സാരമായി കണ്ടു. ആയത്താപ്പൊരു ചാകം നന്നായി ചത്തുപോയിക്കൊണ്ടെന്ന് വെച്ചാൽ പോരെ. അതിനൊക്കെ ആരെങ്കിലും പരിഗണിക്കാൻ നിൽക്കുമോ? നിസ്സാരമായിട്ട് നിസ്സാരാക്കിയിട്ടില്ല. അത് തെറ്റിദ്ധരിക്കരുത്. ആ പ്രവർത്തനത്തിൽ വലിയൊരു പ്രവർത്തനമൊന്നും അല്ലല്ലോ. അതേ ചത്ത് അങ്ങനെ എത്ര ജീവികള് ജനങ്ങൾ കണ്ടത് നിസ്സാരായിട്ട് കണ്ടു. പതാല. അപ്പൊ അദ്ദേഹം എന്തേ പറഞ്ഞേ? അതേ ആട്ടിയോടിക്കപ്പെട്ട നായയോടാ ഞാൻ കരുണ കാണിച്ചത്. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഖിയാമത്ത് നാളിൽ പിടിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അള്ള ചോദിക്കുമെന്നും ഞാൻ ഭയപ്പെട്ടു. അഹ്മദ്, ഈ നായയോട് കരുണ കാണിക്കാൻ നിന്റെ പക്കൽ കരുണയില്ലായിരുന്നോ എന്നോട് എന്റെ റബ്ബ് ചോദിക്കും എന്ന് ഞാൻ ഭയപ്പെട്ടു. നിനക്ക് ഭയമില്ലേ അഹ്മദേ, ഈ നായകൾ പരീക്ഷിച്ചതുപോലെ നിന്നെ പരീക്ഷിക്കാൻ എനിക്ക് കഴിയും. നീ അത് ഭയപ്പെട്ടില്ലേ? ഈ നായയെ ഞാൻ പരീക്ഷിച്ചതുപോലെ കുഷ്ഠം നൽകി, വിശപ്പ് നൽകി, ദാഹം നൽകി, രോഗം നൽകി പരീക്ഷിച്ചതുപോലെ നിന്നെ എനിക്ക് പരീക്ഷിക്കാം കഴിയും എന്ന് നീ മറന്നുപോയോ അഹ്മദേ എന്ന് റബ്ബിനോട് ചോദിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ആരാണ് ഈ ശൈഖ് അഹ്മദ്? ചില്ലറക്കാരനാണോ? ചില്ലറക്കാരനാണോ? അശ്ശൈഖ് അഹ്മദ് അർ-റിഫാഇ റഹിമഹുല്ലാഹ് من الأقطاب الأربعة المشهورين ولد بالعراق. ഇറാഖിൽ ജനിച്ച അറിയപ്പെട്ട 4 കുതുബുകളിൽപ്പെട്ട ഒരാളാണ് ശൈഖ് അഹ്മദ് റിഫായി. കുതുബ് എന്ന് പറഞ്ഞ ആത്മാവിന്റെ ലോകത്തിന്റെ നേതാവ്. മനസ്സിലാക്കിയാൽ ദുനിയാവിൽ രാജാക്കന്മാരില്ലേ, ഓരോ നാടും ഭരിക്കാൻ രാജാക്കന്മാര്, അതെന്ത് ലോകം ഭരിക്കുന്ന ഒരാളാണ്. എന്നാൽ ആത്മീയമായ ലോകം, മനുഷ്യന്റെ ആത്മീയമായ ലോകം, അവിടെ ഭരിക്കുന്ന ഭരണാധികാരികളിൽപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ആര്? അഹ്മദുൽ കബീർ അർ-റിഫാഇ റഹിമഹുല്ലാഹ്. ഇറാഖിലാണ് ജനിച്ചത്. വനശഅ അലൽ ഇൽമി വൽ ഇബാദതി വതഫഖഹ അലാ മദ്ഹബിൽ ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാഹ്. അറിവിലും ആരാധനയിലുമായി ജീവിച്ചു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് പാണ്ഡിത്യം നേടി റഹിമഹുല്ലാഹ്. അതിൽ പണ്ഡിതനായി. കാന അതൂഫൻ റഊഫൻ യഗ്സിലുൽ മജ്ദൂരീന വൽസംന സിയാബഹും വയലഫി ശൂറഹും. അദ്ദേഹം ദയാലുവും കനിവുള്ളവനുമായിരുന്നു. കുഷ്ഠരോഗികളുടെയും വികലാംഗന്മാരുടെയും വസ്ത്രങ്ങൾ അദ്ദേഹം കഴുകിക്കൊടുക്കുകയും അവരുടെ തലയിൽ തേനുകൾ നീക്കിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മാത്രമല്ല വയഅകുലു മഅഹും വയതുലുബു ദുആഹും, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂ, അഹ്മദിനെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടും. അദ്ദേഹം രോഗികളെ സന്ദർശിക്കും. കണ്ണ് കാണാത്ത ആളുകളെ കൈപിടിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. പ്രായമുള്ളവരെ ആദരിക്കുകയും ചെയ്യും. അവളൊന്നും അടി കാണിക്കൂല. അഹ്മദുൽ കബീർ റിഫായി വൃദ്ധന്മാരോട് കരുണ കാണിക്കും, അവരെ ആദരിക്കും. وكان إذا قدم من سفر وقرب من بلده يجمع حطبا ويحمله على رأسه. എവിടെയെങ്കിലും യാത്ര പോയി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ, നാടത്താറാകുമ്പോ വിറക് ശേഖരിക്കും, കാട്ടിൽ പോയി വിറക് ശേഖരിക്കും. എന്നിട്ട് ആ വിറക് തലയിൽ ചുമന്നുകൊണ്ടുവരും. ശേഖങ്ങളെ فإذا دخل البلد فرط الحطب على الأرامل والمساكين والزمن والمروى والعميان والمشايخ. അങ്ങനെ നാട്ടിലേക്ക് എത്തിയാൽ ആ ചുവന്നു വന്ന വേറുകള് അതാ അവർ വിധവകളായ സ്ത്രീകൾ, ദരിദ്രർ, അതുപോലെ തളർച്ചവാദം പിടിപെട്ടവർ, രോഗികൾ, കണ്ണു കാണാത്ത ആളുകൾ, വൃദ്ധന്മാർ, വിറക് ശേഖരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ആ വിറക് കൊണ്ടുപോയി കൊടുക്കും, അവർക്കിടയിൽ ഓടിവെച്ചു കൊടുക്കും മഹാനവറുകൾ. സുബ്ഹാനല്ലാഹ്. വകാന കസീറ റഅഫതി ബികുല്ലി ഇൻസാൻ കസീറ റഹ്മതി ബികുല്ലി ഹയവാൻ. അദ്ദേഹം എല്ലാ മനുഷ്യരോടും അങ്ങേയറ്റം കഴിവുള്ളവരും എല്ലാ ജീവികളോടും അങ്ങേയറ്റം കരുണയുള്ളവരുമായിരുന്നു മഹാനവറുകൾ. നോക്കൂ നിങ്ങൾ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർറഹീമൂന യർഹമുഹുമുർ റഹ്മാൻ, അർറഹീമൂന യർഹമുഹുമുർ റഹ്മാൻ, അർറഹീമൂന യർഹമുഹുമുർ റഹ്മാൻ.
എന്തേ പറഞ്ഞത്? അർറാഹിമു യർഹമുഹുർ റഹ്മാൻ, കരുണ കാണിക്കുന്നവരോട്. അർറാഹിമു യർഹമുഹുർ റഹ്മാൻ, കാരുണ്യം കാണിക്കുന്നവരോട് പരമകാരുണ്യകനായ അല്ലാഹു കരുണ കാണിക്കും. കാരുണ്യം കാണിക്കുന്നവരോട് പരമകാരുണ്യനായ അല്ലാഹു കരുണ കാണിക്കും. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. മറ്റൊരു ഹദീസ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ അഥവാ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കൂ. അള്ളാഹ്ക്ക് ആകാശത്തുണ്ടായത് കൊണ്ടല്ല. അള്ളാഹുവിനെ പറ്റി എങ്ങനെയാ പറയുള്ളൂ ആകാശത്തുള്ളവെന്ന് പറയും. അല്ലാതെ അള്ളാഹ്ക്ക് നിൽക്കാതിരിക്കാനുള്ള സ്ഥലമൊന്നും വേണ്ട, നിൽക്കേണ്ട ആവശ്യമില്ല. സ്ഥലങ്ങളെ പടക്കുന്നതിന് മുമ്പേ ഉള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. സ്ഥലങ്ങൾ പിന്നീടുണ്ടായതാണ്. സ്ഥലങ്ങളൊക്കെ അള്ളാഹു പടച്ചതാണ്. സ്ഥലം പടക്കുന്നതിന് മുമ്പ് അള്ളാഹു എവിടെയെന്ന ചോദ്യം വരുമ്പോൾ ഉത്തരം മുട്ടിപ്പോകും. അതുകൊണ്ട് സ്ഥലകാലങ്ങൾക്ക് അതീതനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ അള്ളാഹുനെ പറ്റി പറയുമ്പോ അള്ളാഹ് ആകാശത്തിലാന്ന് പറയുമ്പോ അള്ളാഹ് അവിടെ വസിച്ചുകൊണ്ടിരിക്കുക എന്നർത്ഥമില്ല. അങ്ങനെ മനസ്സിലാക്കും വേണ്ട. സനത്ത് 578 ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു 578 അന്തരിച്ചു. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നല്ല ഓർമ്മ തരണേ അല്ലാ, നല്ല ബുദ്ധി തരണേ അല്ലാ. നിങ്ങൾക്ക് വേണ്ടി നീ തെരഞ്ഞെടുത്ത് നിങ്ങളെ ഉമ്മമാർ ഉപ്പമാർ, നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഉസ്താദുമാർ മശായിഖുമാർ, അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്, അവർക്ക് അവസരം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരെ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാഹ്. برحمتك يا أرحم الراحمين. السلام.